സ്നേഹം എന്ന വാക്കിന് ദൈവം നൽകിയ അർത്ഥമാണ് യേശുദേവൻ. ദൈവസ്നേഹത്തിന് 2 അനുഭവകാലങ്ങളേ ഉള്ളൂ, ക്രിസ്തുവിൻ്റെ തിരുപ്പിറവിക്ക് മുൻപും അതിനുശേഷവും. സ്നേഹപ്പിറവി എന്നല്ലാതെ എന്ത് വിശേഷണമാണ് ഉണ്ണീശോയുടെ ഈ അവതാര ദിനത്തെ നമുക്ക് വിളിക്കാനാവുക? ഈ മംഗളമുഹൂർത്തത്തിൽ പാടി സ്തുതിക്കുവാൻ 3 ക്രിസ്മസ് ഗാനങ്ങൾ നമുക്ക് ഒരുമിച്ച് ആനന്ദിക്കാം. സ്നേഹപ്പിറവി. സ്നേഹനിലാവ് പൊഴിയുന്ന പുണ്യരാവിൽ മണ്ണിൻ്റെ രക്ഷകനായി ദൈവപുത്രൻ പിറന്ന സുദിനം. ഉണ്ണീശോയുടെ ഈ സ്നേഹപ്പിറവിയെ വാഴ്ത്തിപ്പാടുന്ന ആദ്യഗാനം പിറന്നിതാ പൈതലാം ദൈവപുത്രൻ. ജീവന്റെ വാർത്ത സ്നേഹത്തിൻ സദ്വാർത്ത മോദാൻ വിണ്ണിനും മണ്ണിനും രക്ഷ നൽകിയിടുന്ന ദൈവപിതാവിന്റെ ദാനം. പുത്രൻ വന്നിതാ മണ്ണിലെ രക്ഷകനായി, താരങ്ങൾ മിന്നുന്ന മേഘങ്ങളാടുന്ന ഈ നീലരാവിന്റെ പുണ്യമായി. പിറന്നിതാ പൈതലാം ദൈവപുത്രൻ വന്നിതാ മണ്ണിലെ രക്ഷകനായി, താരങ്ങൾ മിന്നുന്ന മേഘങ്ങളാടുന്ന ഈ നീലരാവിന്റെ പുണ്യമായി. സ്വർഗ്ഗദൂതരോടൊപ്പം ചേർന്നു പാടിടാം. രാജരാജനീശ്വരനെ ആരാധിക്കാം.
ഇത്ര മനോഹരമായിട്ട് നമ്മൾക്ക് വേണ്ടി ക്രിസ്മസ് ഗാനം ആലപിച്ച ഇതിലേക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് കെന്നഡി ടെക്സ്വെൽ കോലഞ്ചേരിയും ഡീപൂൾ കാർവാഷുമാണ്. മനുഷ്യകുലം ഒന്നാകെ ദിവ്യപ്രകാശം ചൊരിയുന്ന സ്നേഹജ്വാലയാണ് യേശുദേവൻ. അകതാരിൽ ആ അനുഭവം പകരുന്ന ഗാനം. അകതാരിൽ നിറഞ്ഞൊരു ദിവ്യപ്രകാശമേ. അകതാരിൽ നിറഞ്ഞോരു ദിവ്യപ്രകാശമേ, മനതാരിൽ വന്നു നിറയണമേ. സ്നേഹജ്വാലയ ജ്വലിച്ചിടുവാൻ മാറുന്ന മുഖങ്ങളും അതിൽ പാടെ മാറാത്ത നിൻ തിരുമുഖവും മാത്രം മതിയും ശിഷ്ടകാലം തള്ളി നീക്കിടുവാൻ പാരിൽ എന്നും നിന്നെ മുറിവേൽപ്പിക്കുന്ന ഞങ്ങളും എന്നും മുടങ്ങാത്ത നിൻ തിരുമുറിവുകളും അകതാരിൽ നിറഞ്ഞോരു ദിവ്യപ്രകാശമേ, മനതാരിൽ വന്നു നിറയണമേ. പാടെ മറന്ന് സ്നേഹിക്കയല്ലോ നീ, എല്ലാം പാടെ മറന്ന് സ്നേഹിക്കയല്ലോ നീ. അകതാരിൽ നിറഞ്ഞോരു ദിവ്യപ്രകാശമേ, മനതാരിൽ വന്നു നിറയണമേ. സ്നേഹജ്വാലയ ജ്വലിച്ചിടുവാൻ, സ്നേഹജ്വാലയ ജ്വലിച്ചിടുവാൻ. ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ നിന്നും ലോകമെമ്പാടും പരന്നൊഴുകിയ സ്നേഹപ്രവാഹം. വിണ്ണിൽ മാലാഖമാരുടെ സ്തുതിഗീതം, മണ്ണിൽ സ്നേഹസ്വരൂപന്റെ സങ്കീർത്തനം. അടുത്ത ഗാനം അകലെ ബെത്ലഹേമിൽ.
ബത്ലഹേമിൽ കുളിരും രജതരാവിൽ അവതാരമായി രൂപമായി കന്യകസുതനായി. അകലെ ബത്ലഹേമിൽ കുളിരും രജതരാവിൽ അവതാരമായി രൂപമായി കന്യകസുതനായി. ഇരുൾ വീഴും താഴ്വരയിൽ ഒരു രാവണഞ്ഞിതാ, പ്രഭ ചൂടും പൊൻപുലരി ഹിമമഞ്ഞു മാഞ്ഞിതാ, വന്നണഞ്ഞു ദൈവരാജ്യം നമ്മളിൽ ഇന്നാ. അകലെ ബത്ലഹേമിൽ കുളിരും രജതരാവിൽ അവതാരമായി രൂപമായി കന്യകസുതനായി. ഇടയന്മാരുടെ അരികിൽ ദൂതൻ ചെന്നിതാ പാടി മംഗളഗാനം. ഇടയന്മാരുടെ അരികിൽ ദൂതൻ ചെന്നിതാ പാടി മംഗളഗാനം. ദാവീദിൻ വംശജനായി നരനേക രക്ഷയായി സകലോർക്കും സന്തോഷ സദ്വാർത്ത ഇന്നിതാ ഇന്നിതാ. അകലെ ബത്ലഹേമിൽ കുളിരും രജതരാവിൽ അവതാരമായി രൂപമായി കന്യകസുതനായി. വചനം വയലേലകളായി മാറുമ്പോഴും പാഴ്നിലമാകരുതേ നമ്മൾ. വചനം വയലേലകളായി മാറുമ്പോഴും പാഴ്നിലമാകരുതേ നമ്മൾ. തിരുവചനം സുവിശേഷം അതു കേട്ടുണർന്നിടാം. അഭിഷേകം പകരാം കൈകൾ കോർത്തു നിന്നിടാം നിന്നിടാം. അകലെ ബത്ലഹേമിൽ കുളിരും രജതരാവിൽ അവതാരമായി രൂപമായി കന്യകസുതനായി. ഇരുൾ വീഴും താഴ്വരയിൽ ഒരു രാവണഞ്ഞിതാ, പ്രഭ ചൂടും പൊൻപുലരി ഹിമമഞ്ഞു മാഞ്ഞിതാ, വന്നണഞ്ഞു ദൈവരാജ്യം നമ്മളിൽ ഇന്നാ. ദൈവപുത്രന്റെ സ്നേഹസ്പർശം ഈ ലോകമെങ്ങും നിറയട്ടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. അതോടൊപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്ത സിംഗേഴ്സിനും ഓർക്കസ്ട്ര ടീമിനും ഈ കുട്ടികൾക്കും ഗിഫ്റ്റ് ഉണ്ട്. ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് കെന്നഡി ടെക്സ് വേൾഡ് കോലഞ്ചേരിയും ഡീപൂൾ കാർ ഷാമ്പുമാണ്. അപ്പോൾ ഇന്ന് നമുക്ക് കേക്ക് കട്ടിങ്ങിലേക്ക് പോവാം. നമുക്ക് ഈ കേക്ക് സ്പോൺസർ ചെയ്തത് KR ബേക്കേഴ്സ് ആണ്. ക്രിസ്തുവിൽ പ്രിയ സഹോദരീ സഹോദരന്മാരെ, ഇന്ന് ലോകമെമ്പാടും ജനങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. ലോകത്ത് നടന്ന ഏറ്റവും വലിയ അത്ഭുതമാണ് ക്രിസ്മസ്, ദൈവപുത്രൻ്റെ മനുഷ്യജന്മം. ആദിയിൽ ദൈവത്തോടു കൂടി ആയിരുന്ന അവിടുത്തെ വചനം മാംസം ധരിച്ച് ഈ ഭൂമിയിൽ മനുഷ്യനായി പിറക്കുന്നു. ഈ ഒരു സംഭവമാണ് ഇന്ന് നാം അനുസ്മരിക്കുന്നത്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ ഇതിനെ ഒരു ആത്മീയ ആഘോഷമായിട്ടും ഭൗതിക സന്തോഷത്തിൻ്റെ അവസരമായിട്ടും കാണുന്നു. എന്നാൽ ക്രിസ്തുവിൽ വിശ്വസിക്കാത്ത ആളുകൾ, ഈ ക്രിസ്തുവിൻ്റെ മഹത്വം മനസ്സിലാക്കുന്നവർ പൊതുവിൽ
ഇതൊരു ആഘോഷത്തിൻ്റെ ദിനമായിട്ട് കൊണ്ടാടുകയാണ്. എപ്രകാരമായാലും ക്രിസ്മസ് ലോകത്തിന് ലഭിച്ച വലിയ ഒരു അനുഗ്രഹമാണെന്ന് പറയാവുന്നതാണല്ലോ. ക്രിസ്തുവിൻ്റെ ജനനത്തിലൂടെ എന്താണ് സംഭവിച്ചതെന്ന് വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷത്തിൽ മാലാഖമാരുടെ കീർത്തനത്തിലൂടെ പറയുന്നുണ്ട്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഇത് രണ്ടും സാധിക്കുന്നതിനാണ് ദൈവപുത്രൻ മനുഷ്യനായി അവതരിച്ചത്. ദൈവത്തിൻ്റെ മഹത്വം ദൈവത്തോടു കൂടി മാത്രം ഇരിക്കേണ്ടതല്ല, ആ മഹത്വം മനുഷ്യൻ പങ്കിട്ട് അനുഭവിക്കണം. അതനുഭവിക്കണമെന്ന് വരികിൽ അവന് സമാധാനത്തോടു കൂടി ജീവിക്കാൻ കഴിയണം എന്ന് കാണുന്ന ദൈവം അതിനവസരമൊരുക്കുകയാണ്. മനുഷ്യരുടെ ജീവിതാവസ്ഥ കുറച്ചുകൂടെ നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ വളരെ ഏറെ ക്ലേശങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. നമുക്കറിയാമല്ലോ, വ്യക്തികൾ തമ്മിലുള്ള മത്സരങ്ങൾ, കുടുംബങ്ങൾ തമ്മിലുള്ള കലഹങ്ങൾ, അതുപോലെ തന്നെ രാജ്യങ്ങൾ തമ്മിലുള്ള ചില്ലറ പോരുകൾ, അഭിപ്രായ വ്യത്യാസങ്ങളോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങളുമെല്ലാം സമൂഹത്തിൽ എപ്പോഴും പ്രയാസങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയമായിട്ട് ചിന്തിച്ചാൽ കലുഷിതമായ അന്തരീക്ഷമുണ്ടാകുന്നത് പാർട്ടി പ്രവർത്തനങ്ങളിലൂടെ ജനാധിപത്യം സംരക്ഷിക്കുന്നതിനുള്ള അവരുടെ പരിപാടികളുടെ ആ നടത്തിപ്പിലാണ്. ഇത് ലോകം എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. പ്രകൃതിയിലേക്ക് തിരിഞ്ഞാലും അവസ്ഥ അത്ര ശുഭോദർക്കമല്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. വായു മലിനീകരണം, ജലമലിനീകരണം, അന്തരീക്ഷ മലിനീകരണം, അതുപോലെ തന്നെ ഭൂമിയുടെ താപം വർദ്ധിക്കുന്ന ഗ്ലോബൽ വാർമിംഗ്, ഇത് മനുഷ്യജീവിതത്തെ ദുഷ്കരമാക്കിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ്റെ വിക്രിയകൾ കൊണ്ട് തന്നെ ആയിരിക്കണം പ്രപഞ്ചം ഇപ്രകാരമുള്ള ഒരു ദുസ്ഥിതിയിലേക്ക് വന്നതെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുതന്നെയാണ് ശാസ്ത്രജ്ഞന്മാരുടെ നിഗമനങ്ങളും. എന്നാൽ പ്രശ്നപരിഹാരത്തിനായിട്ട് രാജ്യതന്ത്രജ്ഞന്മാരും ശാസ്ത്രജ്ഞരും അതുപോലെ തന്നെ സന്മനസ്സുള്ള മനുഷ്യരുമൊക്കെ പരിശ്രമിച്ചിട്ടും ഈ പ്രപഞ്ചത്തിൻ്റെ ദുസ്ഥിതി തുടരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കർത്താവിൻ്റെ ജനനത്തിന്, ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിന് അർത്ഥമുണ്ടാകണമെന്ന് വരികിൽ മനുഷ്യരെല്ലാവരും ഒരു പരിവർത്തനത്തിലേക്ക് വരേണ്ടിയിരിക്കുന്നു. കർത്താവ് പിറന്ന നാളിലും ഒരു വളരെ സംഘർഷപൂരിതമായ സാഹചര്യമുണ്ടായിരുന്നു. റോമാ ചക്രവർത്തിയുടെ കീഴിൽ ആയിരുന്ന പാലസ്തീന നാട്ടിലാണ് കർത്താവ് പിറക്കുന്നത്. പാലസ്തീനായിക്ക് യൂദയ, സമറിയ, ഗാലിലി എന്നിങ്ങനെ 3 പ്രദേശങ്ങളുണ്ടായിരുന്നു. ഹെറോദേസ് രാജാവ് ഭരണം നടത്തിയിരുന്നു. എന്നാൽ ഗവർണറായിട്ട് പീലാത്തോസും ഉണ്ടായിരുന്നു. ചക്രവർത്തിയുടെ കൽപ്പനയനുസരിച്ച് ജനങ്ങൾ ജനസംഖ്യ എടുക്കുന്നതിന് വേണ്ടി അവരവരുടേതായ നാടുകളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യത്തിൽ അന്നത്തെ യാത്രാ സൗകര്യങ്ങൾ വെച്ച് നോക്കിയാൽ കാൽനടയായും കഴുതപ്പുറത്തുമൊക്കെ ആളുകൾ പോകുന്ന ഒരു അന്തരീക്ഷമാണ്. എങ്ങും ജനങ്ങളുടെ പ്രയാണം ചെയ്ത് യൂദയായുടെ ബെത്ലഹേമിലെത്തിയ ആ യൗസേപ്പ് പിതാവിനും മറിയത്തിനും കുഞ്ഞിനെ പ്രസവിക്കുവാൻ ഒരു സ്ഥലം ലഭിക്കുന്നില്ല. സത്രത്തിൽ ഇടമില്ല. അവസാനം കഴുത്തിൽ കുഞ്ഞിനെ പ്രസവിച്ച് കിടത്തുന്നു. ഈ ഒരു സാഹചര്യം ഒന്ന് ചിന്തിച്ചു നോക്കുക. ചുറ്റും ജനക്കൂട്ടത്തിൻ്റേതായ ആ ആരവങ്ങൾ, ആ കാലിത്തൊഴുത്തിൻ്റെ ശാന്തതയിൽ കർത്താവും രക്ഷകനുമായ ദൈവപുത്രൻ മനുഷ്യനായിട്ട് ജനിക്കുന്നു. ഇന്നും ഇതുപോലുള്ള സാഹചര്യത്തിൽ ജനിക്കുന്ന കുട്ടികളുണ്ടായിരിക്കാം. പാതയോരങ്ങളിൽ ജനിക്കുന്ന ശിശുക്കൾ, അതുപോലെ തന്നെ യുദ്ധം സൃഷ്ടിക്കുന്ന അഭയാർത്ഥി കേന്ദ്രങ്ങളിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ. ഈ കുഞ്ഞുങ്ങളുടെ സംരക്ഷണത്തിന് ആരുണ്ട്? ഇപ്രകാരമുള്ള സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന എളിയവരെ, പാവപ്പെട്ടവരെ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ സംരക്ഷിക്കുവാൻ ആരുണ്ട്? പ്രിയമുള്ളവരെ, നാമാണ് ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത്. കർത്താവായ ക്രിസ്തുവിൻ്റെ ജനനം അതാണ് നമ്മോട് ആവശ്യപ്പെടുന്നത്. ഈ ക്രിസ്തുമസിൽ ഒരു ദരിദ്ര സഹോദരിക്ക്, ഇനിയുമല്ലെങ്കിൽ ഒരു രോഗിക്ക്, ഒരു അത്യാവശ്യക്കാരന്, ഒരു ഭക്ഷണമില്ലാതെ, പാർപ്പിടമില്ലാതെ, വസ്ത്രമില്ലാതെ ഒക്കെ വിഷമിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഒരു സഹായം എത്തിക്കാൻ നമ്മെക്കൊണ്ട് കഴിയുന്നെങ്കിൽ അതായിരിക്കും നമ്മുടെ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള നന്മ. ഏതെങ്കിലും രീതിയിൽ മറ്റുള്ളവരാൽ തിരസ്കരിക്കപ്പെടുന്നവർക്ക് നമ്മുടെ സ്നേഹവും കാരുണ്യവും
സന്തോഷത്തിൻ്റെ അനുഭവം കൊടുക്കുവാൻ ഇടയാകട്ടെ. സന്തോഷത്തിൻ്റെ സദ്വാർത്തയായിട്ടാണ് മാലാഹ ഇടയന്മാർക്ക് കർത്താവിൻ ജനത്തെ അവതരിപ്പിച്ചത്. ഇതാ സകല ജനതകൾക്കും വേണ്ടിയിട്ടുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. യൂദയായുടെ ബെത്ലഹേമിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഈ വലിയ ഒരു സന്തോഷ വാർത്തയാണ് ഓരോ വർഷവും ക്രിസ്മസിൽ നമ്മൾ വീണ്ടും ഉദീരണം ചെയ്യുന്നത്. പക്ഷേ നാം അത് ആലപിച്ചാൽ മാത്രം പോരാ, അത് വചനത്തിലൂടെ കൊടുത്താൽ മാത്രം പോരാ, പിന്നെയോ നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് അപ്രകാരമുള്ള ഒരു വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്തയാക്കി മാറ്റാൻ നമുക്ക് കഴിയണം. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, മേജർ ആർച്ച് ബിഷപ്പ് എന്ന നിലയിലുള്ള എൻ്റെ ശുശ്രൂഷ ഞാൻ സമാപിപ്പിച്ചിരിക്കുകയാണ്. ഞാൻ കൊടുത്ത രാജി 2 പ്രാവശ്യം നൽകിയത് പരിശുദ്ധ പിതാവ് സ്വീകരിച്ചിരിക്കുന്നു. ഇത് സഭയോടുള്ള ഒരു വിപ്രതിപത്തിയല്ല, പിന്നെയോ എൻ്റെ അഭാവത്തിലും ഈ സഭയ്ക്ക് കൂടുതൽ ഗുണമുണ്ടാവുകയും കർത്താവായ ക്രിസ്തുവിൻ്റെ സുവിശേഷം കൂടുതൽ പ്രസംഗിക്കപ്പെടുകയും അതിൻ്റെ ഫലപ്രാപ്തി കൂടുതൽ നന്നായി നടക്കുകയും ചെയ്യുന്നുവെന്ന് വരികിൽ ഈ പ്രായാധിക്യത്തിൽ ഞാൻ മാറിക്കൊടുക്കുന്നത് നല്ലതാണെന്ന് ചിന്തിച്ചതുകൊണ്ടാണ് ഞാൻ മാറുന്നത്. കർത്താവിൻ്റെ സ്നേഹം നമ്മെ എല്ലാവരെയും ഇനിയും ഒരുമിപ്പിക്കട്ടെ, കൂട്ടായ്മ വർദ്ധിക്കട്ടെ. കർത്താവിൻ്റെ സന്തോഷവും സമാധാനവും എല്ലാ മനുഷ്യർക്കും സംലഭ്യമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അത്യുന്നതങ്ങളിലെ ദൈവത്തിൻ്റെ മഹത്വം ഭൂമിയിലെ മനുഷ്യരുടെ സമാധാനവും സംതൃപ്തിയുമായിട്ട് അവതരിക്കുവാൻ ക്രിസ്മസ് നമുക്ക് സഹായകമായി തീരട്ടെ. ദൈവത്തിന് സ്തുതി. എന്നെ ശ്രവിക്കുന്ന ഈ സൂര്യ TV പ്രേക്ഷകർക്കെല്ലാം ഞാൻ ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു. വരാനിരിക്കുന്ന പുതുവത്സരം നിങ്ങൾക്ക് ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു നീർച്ചാലായി മാറട്ടെ എന്നും ആശംസിക്കുന്നു. ദൈവത്തിന് സ്തുതി.